ആദരണീയ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സജി അവർകൾ, പ്രിയപ്പെട്ട ശ്രീ ഉല്ലാസ് അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജനനേതാവ്, ഇരിക്കൂറിനെ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ഇരിക്കൂറുകാർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന പ്രിയങ്കനായ സജി ജോസഫ് MLA, പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ അഭിമാനമായ ശ്രീ മുഹമ്മദ് ലാത്തൂർ അവർകൾ, പ്രിയപ്പെട്ട കുഞ്ഞിരാമേട്ടൻ, പ്രിയപ്പെട്ട രാജേട്ടൻ, പ്രിയപ്പെട്ട സുരേഷേട്ടൻ, പ്രിയപ്പെട്ട രോഹിത് കണ്ണൻ, ശ്രീ ഫൈസൽ കൊട്ടാരത്തിൽ, ശ്രീ ദിവ്യ ടീച്ചർ, പ്രിയപ്പെട്ട ശ്രീനാഥ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. രാത്രി വൈകിയാണെങ്കിലും ഇവിടെ എത്തുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ച അതിയായ സന്തോഷം. കലശരായ നല്ല പ്രശ്നം കാരണം ഒരു മാസം ഞാൻ മാറ്റിവെച്ചു. അങ്ങനെ ഇലക്ഷനും കാര്യങ്ങളായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്നലെ വയനാട് പോയപ്പോൾ വലിയൊരു പ്രശ്നമായി പോയി. അതുകൊണ്ട് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി ഒരു വിധം പിടിച്ചു. രാവിലെ വീണ്ടും റിപ്പീറ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് ആണ് നിങ്ങളുടെ എത്താൻ സാധിച്ചത്. അതുകൊണ്ടാണ് വൈകിയത്. പ്രത്യേകമായി ക്ഷമ ചോദിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഇവിടെ 9 വർഷക്കാലം ഒരു സർക്കാർ ഉണ്ടോ എന്ന രീതിയിൽ ഭരിച്ച സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണ്. ഇതിനു മുമ്പ് നിലമ്പൂർ നമ്മൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ വലിയൊരു വിജയമായി ജനങ്ങൾ തീരുമാനിച്ചു സർക്കാരിനെതിരെയുള്ള വിജയത്താകും. അപ്പം അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നിരിക്കുക. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടെയും പഞ്ചായത്ത് ഇലക്ഷനിടയ്ക്കാണ് നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചത്. ഇത്രയും നാളും ഒരു സർക്കാരും ചെയ്യാത്തൊരു കാര്യം കൂടി നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പൊൻ തൂവലായി വന്നിരിക്കുകയാണ്. എന്താണ് പൊന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. പൊൻ തൂവല. തിരുവണ്ണക്കാർക്ക് പൊന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൊന്നാന്റെ കാര്യം അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാർ പൊന്നെന്ന് പറഞ്ഞാൽ സ്വർണ്ണം എന്ന അർത്ഥം. കഴിഞ്ഞ പ്രാവശ്യം കസ്റ്റംസ് ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ശബരിമലയില 500 കോടിയുടെ സ്വർണ്ണമാണ് കണ്ടിരിക്കണേ. 1-2 രൂപയല്ല. അയ്യപ്പന് സ്വർണം കാക്കാൻ നാണമുണ്ടോ സർക്കാരെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. ഇതുപോലെ നാണം കെട്ടൊരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അയ്യപ്പന് സ്വർണം എടുത്തോണ്ട് പോകും. വേറെ എവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അത് ആരും കണ്ടില്ല എന്നോ കേട്ടില്ല എന്നൊക്കെ വിചാരിക്കാം. ഇത് നേരെ എവിടുന്ന് എടുത്തോ അവിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് ഏത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഈ സാധനം തൊട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാളെ അനുഭവിച്ചോളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ എടുക്കുന്നവരോട് എനിക്ക് അതേ പറയാനുള്ളൂ. 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുമെങ്കിൽ പിന്നെ 500 കോടിയുടെ സാധനം എടുത്ത് എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തവരാരാണെങ്കിലും കേരളത്തിൽ സമൂഹത്തിന് മുന്നിൽ പുറത്തു വന്നു. അതുകൊണ്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. പാർട്ടി പുറത്താക്കിയിട്ടില്ല. ഒരു കുഴപ്പമില്ല. അവരെ എപ്പോഴും പൊതിഞ്ഞു വെച്ചിരിക്കുക. അവിടെ ഒരു മുരാരി ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ മുരാരി ബാബു ആരായിരുന്നു? ഏറ്റുമാനൂർ അമ്പലത്തിലെ ആളായിരുന്നു. ഏറ്റുമാനൂർ അമ്പലത്തിൽ തീ പിടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. പിടിപ്പിച്ചതായിരിക്കും കൂടുതൽ. അപ്പം ഏറ്റുമാനൂർ അമ്പലത്തിൽ തീ പിടിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഫണ്ട് പിരിവ് നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് അന്വേഷണം വന്നപ്പോൾ ആദ്യം പറഞ്ഞു ഇയാളെ പിരിച്ചുവിടണം. രണ്ടാമത് പറഞ്ഞു ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു? ഇത് രണ്ടും ചെയ്യാതെ പുള്ളിക്ക് ഉദ്യോഗക്കയറ്റം കൊടുത്ത് ശബരിമലയ്ക്ക് വിട്ടു. അപ്പോൾ ഉദ്ദേശം മനസ്സിലായല്ലോ. ആ പുള്ളിയാണ് ഇവിടെ ചെമ്പ് എന്ന് സ്വർണത്തെ എഴുതി വെച്ചത്. ലോകത്ത് ആദ്യമായിട്ട് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുക സമാധാനത്തിനുള്ള നോബൽ കിട്ടാൻ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രിക്കുള്ള നോബൽ കിട്ടാനാ. എങ്ങനെയാണ് സ്വർണം ചെമ്പാക്കിയെന്നുള്ള പരിശോധന. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ആ കാലത്തിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ പൊയ്മുഖം തിരിച്ചറിയുന്നത്. എന്താ ഇടതുപക്ഷം ഇപ്പം പറയുന്നത്? എന്താ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. ഏത് ശബരിമല ചർച്ച ചെയ്യാൻ പാടില്ല, പക്ഷേ സോളാർ ചർച്ച ചെയ്യാം. മറന്നുപോയോ സോളാർ എന്താ? പെരുമണക്കാർക്കൊക്കെ ഓർമ്മക്കുറവാ. ആണോ അല്ലയോ? സോളാർ ഓർമ്മയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എനിക്കിപ്പോൾ അറിയോ? സൗണ്ട് ഇല്ല. ഈ MLA ഇതേപോലെ സൗണ്ട് ഒന്നും പറയാനില്ല. MLA നാട്ടുകാരെങ്ങനെയോ MLA അങ്ങനെ. നിങ്ങൾ സംസാരിക്കുക, MLA സംസാരിക്കുക. എന്താ സോളാർ മറന്നോ?
എനിക്ക് എത്ര സ്ഥലത്ത് ഭൂമി കിട്ടിയെന്ന് അറിയാം. ഈ ഭൂമിയൊക്കെ തപ്പി തുടങ്ങാൻ തുടങ്ങിയിട്ട് ഒത്തിരി ആളായി, ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഭൂമി ഉണ്ടായിരുന്ന പറഞ്ഞ സ്ഥലത്ത് ആദ്യം പറഞ്ഞത് ഫിലഡൽഫിയയിലായിരുന്നു, അമേരിക്കയിൽ. കേട്ടിട്ടുണ്ടോ? ഫിലഡൽഫിയയിൽ എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ 98 ഒന്ന് അമേരിക്കയിൽ പോയിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയോടും ഒന്നിച്ച് അന്ന് ഫൊക്കാന എന്ന് പറഞ്ഞ മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്ക് പോയതാണ്. അന്ന് ഞാൻ ഈ ഫിലഡൽഫിയ വഴി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കേട്ടത് 2013. പിന്നെ ഒരു 10-15 വർഷത്തേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ പോയത് 17 17 പോയതിനു ശേഷം കുറേ പ്രാവശ്യം പിന്നെ പോയി. 17 പോയപ്പോൾ ഞാൻ ഈ എന്താ പറയുക, വാഷിങ്ടൺ DC-ക്കും ന്യൂയോർക്കിനും ഇടയ്ക്കാണ് ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലം. ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലം ഇതിന് മധ്യത്തിൽ, കൃത്യം മധ്യത്തിലാണ്. അപ്പം ഞാൻ ഈ ട്രെയിനിൽ പോകുമായിരുന്നു. ഫിലഡൽഫിയാണ് അടുത്ത സ്റ്റേഷൻ എന്ന് കേട്ടപ്പോൾ ഞാൻ ഈ ഫിലഡൽഫിയ ഒന്ന് കാല് കുത്തി, ഈ സ്ഥലം ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ. പിന്നെ മനസ്സിലായത് അവിടെ റബ്ബർ തോട്ടം ഇല്ല. ഈ പറഞ്ഞ ആൾ പറഞ്ഞു എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടെന്നാ. ഫിലഡൽഫിയ അടുത്ത് റബ്ബർ തോട്ടം ഇല്ല. പിന്നെ പറഞ്ഞു എനിക്ക് സോളാർ ഫ്ലെക്സ് പറഞ്ഞ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ കമ്പനി തപ്പി തുടങ്ങിയിട്ട് 12 വർഷമായി കിട്ടുന്നില്ല. പിന്നെ എനിക്കൊരു സ്ഥലം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇപ്പൊ ആഗ്രഹിക്കുമ്പോൾ ഞാനിപ്പോ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. സജീവജി, ഒരു സ്ഥലം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. ബാലരാപുരത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ UDF സർക്കാർ ഒരു പോർട്ട് തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ ഇപ്പൊ പറയാൻ ഞാൻ ഈ പെരുമണക്കാർക്ക് പത്രമൊന്നും വായിക്കുന്നില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു അറിയത്തില്ലേ? അതിന് തൊട്ടടുത്തായത്. ഈ സ്ഥലം തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് 12 വർഷം. പക്ഷെ ഞാൻ ആദ്യം ഓഫർ കൊടുത്തത് ബാലരാപുരത്ത് ആദ്യം പോയി ഓഫർ കൊടുത്തു, ഈ സ്ഥലം ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാന്ന. പക്ഷെ ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എനിക്ക് തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ സ്ഥലം കിട്ടിയാൽ എനിക്ക് തന്നെ എടുക്കാം. കാരണം എന്താ, നല്ല വില ഇപ്പൊ കിട്ടുവാണ്. ഞാൻ രക്ഷപ്പെട്ടു പോകും. വേണേ കുറച്ച് സജീവിക്കും കൊടുക്കാൻ. അപ്പൊ ഈ സ്ഥലം തപ്പിയോട് ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് ചർച്ച ചെയ്യാമായിരുന്നു. പക്ഷെ ശബരിമല ചർച്ച ചെയ്യാൻ പാടില്ല. അതാ ഇത്രയും കോടി രൂപ നഷ്ടമുണ്ടാക്കി അയ്യന്റെ സ്വർണം എടുത്തിട്ട് അത് ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ ചർച്ച ചെയ്യാൻ പറ്റുന്ന എന്താ, സോളാർ. ബാക്കി എന്താ സോളാറിലെ കഥ എന്ന് ഞാൻ പറയണോ? സ്ഥിരമുള്ള കലാപരിപാടി എവിടെയൊക്കെ ഇടതുപക്ഷമുണ്ടോ അവിടെ എവിടെയൊക്കെ സോളാറല്ല, അതുപോലത്തെ സാധനമാണ്. എവിടെയൊക്കെ ഇടതുപക്ഷമുണ്ടോ അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയുള്ള പ്രത്യേകത കേട്ടോ. ലോകത്തെവിടെയും ഇതില്ലെങ്കിൽ കാരണം എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടേ? വികസനം ഉണ്ടോ? ഇല്ല. ആകപ്പാടെയുള്ള വികസനം ഉമ്മൻചാണ്ടിയുടെ വികസനം. കൊച്ചി മെട്രോ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി. അപ്പൊ പറയും ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ. കല്ല് മാത്രം ഇട്ടിട്ടാണോ ഈ കൊച്ചി മെട്രോ ഉണ്ടായത്? ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടത് 2012. അതിന്റെ പണി പൂർത്തിയായത് ഉമ്മൻചാണ്ടി രാജിവെച്ച് 3ാമത്തെ മാസം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി രാജിവെച്ചതിന്റെ 3ാമത്തെ മാസം എങ്ങനെ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്? അതിന്റെ പ്രവർത്തനം മൊത്തം നടത്തിയിട്ടാണ്, അല്ലാതെ മാജിക് ബാൻഡ് വെച്ച് ചെയ്തതല്ലോ, മാജിക് വെച്ച് ചെയ്തതല്ലോ. അതിന്റെ പാലം ഉണ്ടാക്കി, അതിന്റെ റെയിലിട്ടു, അതിന്റെ എന്താ പറയാ കോച്ചുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടുവന്നു. 1 രൂപയുടെ അനുമതി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. 1 രൂപയുടെ അനുമതി. അപ്പൊ അത് കൊണ്ടുവന്ന് ചെയ്തതിന് ശേഷം ഉദ്ഘാടനം നടത്താൻ അങ്ങ് വന്നു. അതേപോലെ അങ്ങ് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് മെട്രോ നടപ്പിലാക്കുമെന്ന്. ആ മെട്രോ നടപ്പിലാക്കാൻ അങ്ങക്ക് അവസരമുണ്ടോ? എനിക്കറിയില്ല. കാരണം അത് നടപ്പിലാക്കണമെങ്കിൽ പാലം പണിയണം, കോച്ച് വേണം, ഓഫീസ് വേണം, ടിക്കറ്റ് മെഷീൻ വേണം, ടിക്കറ്റുകൾ വേണം. ഇതിൽ ഏതെങ്കിലും സാധനം നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ? കല്ല് പോലും എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ തിരുവനന്തപുരം മെട്രോ അങ്ങെന്തായാലും മെയിൽ രാജിവെക്കേണ്ടി വരുമല്ലോ പുതിയ സർക്കാർ വരുന്നതിന് വേണ്ടി. ആ സർക്കാരിന് 3 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം മെട്രോയോ അല്ലെങ്കിൽ കൊച്ചി മെട്രോ അല്ലെങ്കിൽ കോഴിക്കോട് മെട്രോയോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഇടതുപക്ഷവും UDF തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ കല്ല് മാത്രമല്ല ഇട്ടത് ഉമ്മൻചാണ്ടി, കല്ലിട്ടു, പാലം പണിഞ്ഞു, പദ്ധതി പൂർത്തിയാക്കി കേരളത്തിൽ സമർപ്പിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അല്ല നിങ്ങളുടെ കൂട്ട് വാജ് പഠിച്ച് നടക്കുന്നതല്ല, അങ്ങ് നിങ്ങളുടെ വാജ് പഠിച്ച് നടക്കുന്നതല്ല. വിഴിഞ്ഞം. പിന്നെ മറ്റൊരു പദ്ധതി 6000 കോടിയുടെ അനുമതിയാണ് പറഞ്ഞത്. പദ്ധതി തന്നെ 3000 ഉള്ളായിരുന്നു കോടി. 6000 കോടിയുടെ അനുമതി പറഞ്ഞവർ അവസാനം പറഞ്ഞു ഇതിനും അഴിമതിയില്ല. ഏതാ അവർ തന്നെ ഒരു കമ്മീഷനെ കൊണ്ടുവച്ചു. കമ്മീഷൻ പറഞ്ഞു അഴിമതിയില്ല, ചാപ്റ്റർ ക്ലോസ്. പിന്നെ ഈ ജില്ലയിൽ ഒരു എയർപോർട്ട് വരേണ്ടി വന്നപ്പം നമ്മുടെ UDF സർക്കാർ വരേണ്ടി വന്നില്ലേ. പിന്നെ ഒരു ക്യാപ്സ്യൂളുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്യാപ്സ്യൂളാണ്. ഉമ്മൻചാണ്ടിക്ക് സ്വന്തം നാട്ടിലെ സ്കൂൾ പണിയാൻ പറ്റിയില്ല. ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ സ്വന്തം നാട്ടിൽ എയർപോർട്ട് പണിയാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിക്ക് സ്വന്തം നാട്ടിൽ സ്കൂൾ പണിയാൻ പറ്റിയില്ല, പക്ഷെ സ്വന്തം നാട്ടിൽ എയർപോർട്ട് പണിയാൻ ഉമ്മൻചാണ്ടി വരേണ്ടി വന്നു. ആണോ? കൈയടിച്ച്
ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അവിടെയും ഉമ്മൻചാണ്ടിയുടെ കത്തിലാണ് ആ സ്കൂൾ പണിഞ്ഞിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യത്തിലല്ല. ജനങ്ങളുടെ ഫണ്ടാണ്. ഉമ്മൻചാണ്ടി തന്നെ കത്ത് കൊടുത്തതാണ്, ശുപാർശ കൊടുത്തതാണ്, എന്നിട്ടാണ് നന്നാക്കിയത്. ഇപ്പൊ ഇവിടെ വരുന്ന റോഡ് മൊത്തം നമ്മുടെ MLA നന്നാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ പുള്ളിയുടെ കത്ത് വെച്ച്, പുള്ളിയുടെ റിക്വസ്റ്റ് വെച്ച് ഇവിടുത്തെ റോഡുകൾ മൊത്തം നന്നാക്കിയിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ സഹാക്കൾ പറയുന്നത് MLAക്ക് ഒരു റോൾ ഇല്ല എന്നായിരിക്കും അപ്പോഴും പറയുന്നത്. അല്ലേ സജീജി? ഇത് മാത്രമേ ഉള്ളൂ പരിപാടി. ഈ എന്തോ എട്ടുകാലി മമ്മൂഞ്ഞുണ്ടെങ്കിൽ എട്ടുകാലി സഖാവ് എന്ന് പേരിടുന്നതായിരിക്കും നല്ലത്, അല്ല എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പേര് നയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷവുമായിട്ടാണ് നമ്മുടെ യുദ്ധം നടക്കാൻ പോകുന്നത്. എല്ലാം ഞങ്ങളാണ്. സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ലോക നിലവാരത്തിലെത്തിയെന്നാണ് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് മേഖല, നമ്മുടെ ആരോഗ്യ മേഖല ലോക നിലവാരത്തിലെത്തി. ലോക നിലവാരം കാണാൻ പുതുപ്പള്ളി കോട്ടയത്തിലോട്ട് വന്നാൽ മതി. ഏതാ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണൊരു അമ്മ മരിച്ചു. ഇതുവരെ ഒരാൾക്കെതിരെ നടപടിയില്ല. ഞാൻ 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സൈഡിൽ നിന്ന് കൊടുത്തു. സർക്കാർ 10 ലക്ഷം കൊടുത്തുള്ളൂ. സർക്കാർ 10 കൊടുത്തുള്ളൂ, ഞാൻ 5 ലക്ഷം കൊടുത്തു. അപ്പൊ ഞാനല്ലേ മിടുക്കൻ? ആണോ? അല്ലേ ഇപ്പൊ പറയാം. എന്റെ ഒന്നും പൈസ അല്ല, അത് പലരായി ചെയ്തു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ നികുതി പൈസ കൊടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ അമ്മയുടെ ശരീരം വെച്ച് വിലവേശേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞ് ഈ ബോഡി കൊണ്ടുപോകണമെങ്കിൽ, ആ കുടുംബക്കാർ പറഞ്ഞു ഈ ബോഡി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട, അവർ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഞാനൊരു പ്രതിഷേധം പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനും ഞങ്ങളുടെ നേരെ വണ്ടിയുമായിട്ട് വന്നു. അഭയം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, മന്ത്രി വാസവന്റെ സ്ഥാപനം. വാസവന്തരെ കേട്ടിട്ടില്ലേ? ശബരിമലയിൽ ചാർജുള്ള കേട്ടിട്ടുണ്ടോ? ഇല്ലയോ? സൗണ്ട് ഇല്ല ഇവിടെ. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട്, അഭയം. അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ലായിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറയുമ്പം നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഭയം മാറി എന്നുള്ളതാണ്. പക്ഷെ ഇത് ഭയം ഉണ്ടാക്കുന്ന സ്ഥാപനം. പുള്ളിയുടെ ഈ അഭയത്തിലാണ്, ഈ ആംബുലൻസിലാണ് ഈ ബോഡി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. 3 പ്രാവശ്യം ഇടിക്കാൻ വന്ന്, പിന്നെ പോലീസ് വന്ന് രാജാവിനെ കട്ടി വലിയ രാജ്യഭക്തി കാണിച്ച് ഞങ്ങളെയൊക്കെ തള്ളി മാറ്റി. പോലീസിന് MLA എന്നൊന്നും പ്രശ്നമല്ല. ഞാനാണെങ്കിൽ സജീജി ആണെങ്കിൽ ഇടിച്ച് റെഡിയാക്കും എപ്പോൾ വേണമെങ്കിൽ സഹാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം കാക്കിക്കുള്ളിൽ ഇപ്പം ഇപ്പോഴും ഉള്ള ആ സഹാത്തരം പുറത്ത് വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞങ്ങളെയൊക്കെ പിടിച്ച് മാറ്റി. ഞാനും പിന്നെ ഒരു തർക്കത്തിന് നമ്മളൊരു വഴക്കിന് പോകണ്ട, നമ്മളൊരു മര്യാദ പാലിക്കുന്നുമുണ്ട്, കൊണ്ടുപോയി. പക്ഷെ അതൊക്കെ ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ അവിടെ സർക്കാർ കാണിച്ചത്. ഇങ്ങനെ ഭയമുണ്ടാക്കുന്ന ആളുകൾ കേരള ചരിത്രത്തിലുണ്ട്. ഭയത്തിന്റെ അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കി, ഡ്രഗ്സിന്റെ അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കി. ഡ്രഗ്സിനെ കുറിച്ച് ചർച്ചയുണ്ടോ? വെള്ളത്തെക്കുറിച്ച് ചർച്ചയുണ്ടോ? വെളിച്ചത്തെക്കുറിച്ച് ചർച്ചയുണ്ടോ? റോഡിനെ കുറിച്ച് ചർച്ചയുണ്ടോ? നമുക്ക് റോഡുകൾ വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. അതല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരന് എന്താ വേണ്ടത്? ആരിവിടെ 15,000 രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കൊടുക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. അങ്ങോട്ട് കയറി പറയും. ചില നേതാക്കന്മാരൊക്കെ വന്നിട്ട് പറയും 5,000 രൂപ ഇട്ട് തരും, 15,000 രൂപ ഇട്ട് തരും. 9 വർഷം മുമ്പ് 2,500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് കൊണ്ടിടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണോ കൊടുക്കേണ്ടത്? 9 വർഷം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ 9 വർഷത്തെ കണക്ക് ചേർത്ത് കൊടുക്കുക. അതുമില്ല. അപ്പോൾ ആളുകളെ വഞ്ചിക്കാൻ, പറ്റിക്കാൻ ഇവിടുത്തെ ജനങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വെള്ളവും വെളിച്ചവും റോഡും അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ളതാണ്. നമ്മുടെ സർക്കാരിന് അതുപോലും സാധിക്കുന്നില്ല. ജൽജീവൻ മിഷൻ എന്ന മിഷന്റെ പേരിൽ സകല റോഡ് തകർത്തിട്ടു. ഇപ്പൊ ജലം ജീവൻ എടുക്കുന്ന മിഷനായി മാറി. സകലയിടത്തും ആക്സിഡന്റ് ആണ്, ആൾക്കാർ വീഴുകയാണ്, റോഡുകൾ നന്നാക്കുന്നില്ല, വെള്ളമൊട്ട് കിട്ടുന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ തെരഞ്ഞെടുപ്പിനെ ഒത്തൊരുമയോട് നേരിടാം. പ്രിയങ്കരനായ സജീവ്ജി ഇവിടെ തൻ്റെ ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനത്തിന് മാറ്റിവെച്ച ഉത്തമനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സാമൂഹ്യക്ഷേമപരമായ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഞാൻ കോപ്പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് എന്നെ കൊണ്ടുവന്ന് പ്രകടിപ്പിച്ചു. ഞാൻ അടുത്ത മാസം അവിടെ ഞാൻ നടത്തി. അപ്പോൾ അങ്ങനെ ഈ നാടിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് പ്രിയപ്പെട്ട സജീവ് ജോസഫ് എന്നെ. അദ്ദേഹം ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ നോ പറയാനും മേല. ഇന്നും നാളെയൊക്കെ പ്രധാനപ്പെട്ട ദിവസമാണെന്നറിയാമല്ലോ. ഇന്ന് തലേ ദിവസമാണ്, അതിന് മുമ്പത്തെ ദിവസമാണ്. അപ്പം അങ്ങനെ ഇദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഇരിക്കൂറുകാരും മട്ടന്നൂരും ഒക്കെ ആയിട്ട് അടുത്തെന്താ പറയുക, പണ്ട് ഇരിക്കൂറായിരുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഇരിക്കൂറായിട്ട് ഞാൻ കണക്കാക്കിയതിന് തീർച്ചയായിട്ടും അങ്ങനെ അടുത്ത ബന്ധം ഈ നാടുമായിട്ടുണ്ട്. മട്ടന്നൂരിൽ വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാവണം, പുതിയ വികസനത്തിന്റെ കാലഘട്ടം ഉണ്ടാവണം, നല്ല റോഡുകൾ, നല്ല വെളിച്ചത്തിനുള്ള വഴിവിളക്കുകൾ, അതുപോലെ തന്നെ നല്ല ആരോഗ്യരംഗം. ഇന്ന് 1 ലക്ഷവും 2 ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ. ഫ്രീ ആയിട്ട് നടത്തി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇന്ന് 1-2 ലക്ഷം രൂപയാണ്. കാരണം ഞാൻ 2 വർഷം MLA ആയിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ലക്ഷങ്ങൾ മെഡിക്കൽ കോളേജ് ചോദിക്കുന്നു എന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫ്രീ ആയിരുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വരികയാണ് ഓരോരുത്തർക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ പുതിയൊരു കാലഘട്ടം എന്ന് പറഞ്ഞ് ഇടതുപക്ഷം വഴിതെറ്റിച്ചെങ്കിൽ ശരിക്കുമുള്ള നവകേരളത്തിനായി നമുക്ക് പണിയെടുക്കാം. ശരിക്കുമുള്ള നവകേരളത്തിൽ നമ്മുടെ കുട്ടികൾ അവർ തൊഴിലിനായി യാചിക്കത്തില്ല, അവർ തൊഴിൽ ദാതാക്കളായി മാറും. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇനി വിദേശത്ത് പോയി ആരുടെങ്കിലും അടിമപ്പണി ചെയ്യുകയല്ല, നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാക്കുന്നവരായി, തൊഴിൽ കൊടുക്കുന്നവരായി നമുക്ക് അവരെ മാറ്റിയെടുക്കാം. തൊഴിൽ എടുക്കുന്നവരോടൊപ്പം തൊഴിൽ കൊടുക്കുന്നവരാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ എത്ര നാൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കും? നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ അവസരം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനും സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ഉത്തരങ്ങൾ കിട്ടുവാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരെയും, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ എല്ലാവരെയും കൈപ്പത്തി ചിഹ്നത്തിലും അതുപോലെ തന്നെ ഓട്ടോ ചിഹ്നത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ, വലത്തോട്ടിരിക്കുന്ന വോട്ടോ, ഇടത്തോട്ടിരിക്കുന്ന വോട്ടോ അല്ല, വലത്തോട്ടിരിക്കുന്ന വോട്ടോയിലും കൈപ്പത്തി ചിഹ്നത്തിലും വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കാണുവാൻ, നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ എൻ്റെ പിതാവിനോടൊപ്പമുള്ള ഒത്തിരി പ്രവർത്തകർ, അല്ലെങ്കിൽ സ്നേഹം പൂർത്തിയ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. അവരൊക്കെ ആ സ്നേഹം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിവിടെ ഈ രാത്രി ഇത്രയും വൈകിയും കാത്തിരിക്കുന്നത് എൻ്റെ പിതാവിനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണെന്ന് എനിക്കറിയാം. അതിനും അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ 3 സ്ഥാനാർത്ഥികളെ